പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭയിലെ വലിയ ഒരു തിരുനാളാണിന്ന്. ഈശോയുടെ ഉയർപ്പിൻ്റെ 50-ാം ദിവസം, ഈശോ സ്വർഗത്തിലേക്ക് കയറിയതിന് ശേഷം 10-ാം ദിവസം പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ളതും അതുപോലെ ശക്തിദായകവുമായ പന്തക്കുസ്ത തിരുനാളാണ് ഇന്ന്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും മേൽ ഇറങ്ങി വരികയും നമുക്കെല്ലാവർക്കും വലിയ ശക്തിയായി തീർന്ന് നമ്മളെ ഓരോ നിമിഷവും മുമ്പോട്ട് നയിക്കുകയും ചെയ്യട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ഈ തിരുനാളിൽ വായിച്ച് ധ്യാനിക്കാനായി നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെക്കുറിച്ചാണ്. തിരുവചനത്തിൽ കൃത്യമായി പറയുന്നു, ഈശോ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഊതിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇന്ന് ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന കാര്യവും ഇതുതന്നെയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ, ഞങ്ങളുടെ ജീവിത ഇടങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പന്തക്കുസ്ത എന്ന പ്രത്യേക പേരുള്ള തിരുനാൾ ദിവസം. പന്തക്കുസ്ത എന്ന വാക്കിനർത്ഥം 50 എന്നാണ്. 50-ാം ദിവസത്തെ തിരുനാൾ എന്നാണ്. പഴയ നിയമത്തിൽ അത് വിളവെടുപ്പിനോട് അനുബന്ധിച്ചുള്ള ആദ്യ ഫലസമർപ്പണത്തിൻ്റെ തിരുനാളായിരുന്നു. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ അതിന് പുതിയ അർത്ഥം കൈവന്നു. അത് പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി സഭയിലേക്ക്, ശിഷ്യന്മാരിലേക്ക് സ്വീകരിച്ച ദിവസമാണ്. സഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ദിവസമാണ്. പന്തക്കുസ്തായ്ക്ക് ശേഷമാണ് ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രസംഗിക്കാനായി പോയത്. അതുപോലെ തന്നെ നമ്മളെയും നമ്മുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെയും ഈ തിരുനാൾ പ്രത്യേകമാം വിധം ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതാനും പ്രാർത്ഥനാ വിചാരങ്ങൾ സ്നേഹപൂർവ്വം പങ്കുവയ്ക്കട്ടെ. ഒന്നാമത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈശോ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ശിഷ്യന്മാരോടാണ് ഈശോ പറഞ്ഞത്. ശിഷ്യൻ ശ്ലീഹ ആകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ പറയാം, ശിഷ്യൻ പ്ലസ് റൂഹ സമം ശ്ലീഹ. ശിഷ്യനായിരിക്കുക, ഈശോ തിരഞ്ഞെടുത്ത, ഈശോയുടെ മനസ്സിനെ യോജിച്ച ആളായി, ഈശോ തിരഞ്ഞെടുത്ത ആളായി, ഈശോയുടെ കൂടെയുള്ള ആളാണ്. പക്ഷേ ശ്ലീഹ ആക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി കടന്നു വരുന്നു. അങ്ങനെ ശിഷ്യനോടുകൂടി പരിശുദ്ധാത്മാവ് ചേരുമ്പോൾ അവൻ ശ്ലീഹ ആയി, അയക്കപ്പെട്ടവനായി, അപ്പസ്തോലനായി മാറുന്നു. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലങ്ങളെയെല്ലാം നമുക്ക് മർത്തായുടെയും മറിയത്തിൻ്റെയും സംഭവത്തിലെ മറിയത്തെ പോലെ കാണാം. ഒരു നല്ല ശിഷ്യയായി, മറിയമായി കൂടെ ഇരിക്കാനുള്ള വിളിയായിരുന്നു നമുക്കെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ മറിയത്തിൻ്റെ നല്ല ഭാവവും പ്രാർത്ഥനയും ഈശോയോടുള്ള അടുപ്പവും ഉള്ളിൽ സൂക്ഷിച്ച് ഇനി മർത്തയാകാനുള്ള വിളി കൂടിയാണ് ദൈവം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്തിരുന്നത് കൊണ്ട് മാത്രമായില്ല, പുറത്തേക്കിറങ്ങി ഈശോയെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മൾ കടക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഇന്ന് മുതൽ നമ്മളും ശ്ലീഹ ആയി മാറുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിലും കാണുന്നു, 2 മാനദണ്ഡങ്ങൾ വെച്ചു. തന്നോടുകൂടി ആയിരിക്കുക എന്ന കാര്യവും തനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ അയക്കുക എന്ന കാര്യത്തിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു എന്നാണ് തിരുവചനം പറയുന്നത്. ഇത്രയും കാലം തന്നോടുകൂടി ആയിരിക്കുന്നതിന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇപ്പോൾ തനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ അയക്കാനായി ശിഷ്യന്മാരെ നിയോഗിച്ചയക്കുന്നതാണ് ഈ പന്തക്കുസ്ത തിരുനാളിലെ ഒരു പ്രധാന കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ തിരുനാളിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് പന്തക്കുസ്ത തിരുനാൾ, 50-ാം ദിവസത്തിൻ്റെ തിരുനാൾ. പരിശുദ്ധാത്മാവിനെ പല രൂപത്തിൽ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാറ്റായി, ജലമായി, പ്രാവായി. സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ പ്രത്യേക ഒരു അടയാളമായി വിശുദ്ധ തൈലത്തെ കാണുന്നു. ഇങ്ങനെ പല രീതിയിൽ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ അഗ്നിയായി, അഗ്നി നാവായി ഈ പന്തക്കുസ്ത തിരുനാളിൽ അവതരിപ്പിക്കുന്നു. അഗ്നിയും നാവും 2 പ്രാധാന്യമുള്ള അടയാളങ്ങളാണ്.
അഗ്നി ചൂട് പകരുന്ന കാര്യമാണ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് പാകപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അഗ്നിയാണ്. അത് ചൂട് പകർന്ന് മറ്റൊരു കാര്യത്തിലേക്കാക്കി മാറ്റുന്നു. അഗ്നിയുടെ ഒരു പ്രത്യേകത, അത് അശുദ്ധതയെല്ലാം, വേണ്ടാത്തതെല്ലാം കത്തിച്ചു കളയുന്നു, എരിയിച്ചു കളയുന്നു എന്നുള്ളതാണ്. സ്വർണം ശുദ്ധി ചെയ്യുന്നത് അഗ്നിയിലാണ്. ഇനി ചില കാര്യങ്ങളെ തണുത്തിരിക്കുന്നതിനെ ഒന്ന് ചൂട് പിടിപ്പിച്ച് പൊള്ളിക്കാൻ, ഒരു തീഷ്ണതയിലേക്ക് കൊണ്ടുവരാൻ അഗ്നി ഉപയോഗിക്കുന്നു. അഗ്നിക്ക് അങ്ങനെ വളരെ പ്രത്യേകതകൾ, വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട, എന്നാൽ ഏറെ അത്യാവശ്യമുള്ള ഒരു കാര്യമെന്ന അടയാളം. രണ്ടാമത്തേത് നാവിൻ്റെ അടയാളമാണ്. അഗ്നി നാവായി പരിശുദ്ധാത്മാവ് വരുന്നു. നാവ് സംസാരത്തിൻ്റെ സൂചനയാണ്. ശിഷ്യന്മാർ ഭയചകിതരായിരിക്കുകയായിരുന്നു. ആരോടും മിണ്ടാതെ മുറിയിൽ കയറി കതകടച്ച് ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് തിരുവചനത്തിൽ പറയുന്നു. അവരോടാണ് സംസാരിക്കുന്നതിനുള്ള കഴിവ് തരുന്ന കാര്യമായി നാവായി പരിശുദ്ധാത്മാവ് വരുന്നത്. അതോടൊപ്പം ഇത് പരിശുദ്ധാത്മാവ് നാവായി വന്നത് അറിവിൻ്റെ സൂചന കൂടിയാണ്. അറിവുള്ള നാവാണ് സംസാരിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിൻ്റെ കാര്യവും ഇന്നത്തെ ദിവസം പ്രത്യേകമായി ചെയ്യുന്നതിൻ്റെ കാര്യവും അതാണ്. അവർക്ക് പരിശുദ്ധാത്മാവ് അറിവായി അവരുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തേത് നാവ് പ്രസംഗിക്കാനുള്ള, ഈശോയെ പ്രഘോഷിക്കാനുള്ള ഉപകരണമാണ്. നമ്മുടെ നാവിന് ദൈവം നൽകിയിരിക്കുന്ന പ്രധാന ഉദ്ദേശവും അതുതന്നെയാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാനുമാണ് ദൈവം നമുക്ക് നാവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അഗ്നി നാവായി പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു എന്ന് പറയുമ്പോൾ അതേറെ അർത്ഥം നിറഞ്ഞതാണ്. ശിഷ്യന്മാർ തങ്ങളുടെ മിശിഹാനുഭവമുള്ള സംസാരം കൊണ്ട് ഭയരഹിതരായി എല്ലാവരെയും, പ്രത്യേകിച്ച് മന്ദതയിലായിരിക്കുന്നവരെ പറഞ്ഞ് ചൂട് പിടിപ്പിച്ച് അവരുടെ ഇടങ്ങളിൽ നിന്ന് അശുദ്ധിയുടെ തിന്മയെ മാറ്റി അഗ്നിയായി എരിയിച്ച് കടന്നു ചെല്ലുന്ന ശിഷ്യന്മാരെ മനസ്സിൽ കണ്ടാണ് അഗ്നിനാവായി പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയക്കുന്നത്. ഇന്ന് നമ്മളും പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതേ അർത്ഥം തന്നെയാണ് ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടത്. നമ്മളിൽ അഗ്നിയായി പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ, വേണ്ടാത്തതെല്ലാം എരിയിച്ച് കളയട്ടെ, തിന്മയെല്ലാം മാറ്റട്ടെ, നമ്മളെ ചൂട് പിടിപ്പിച്ച് കൂടുതൽ തീക്ഷ്ണതയുള്ളവരാക്കട്ടെ. അതോടൊപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നാവുകളായി മാറണം. ദൈവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കണം, ദൈവത്തെ പ്രഘോഷിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഈ പെന്തക്കോസ്താ തിരുനാൾ ഒരു തിരുനാൾ ആചരണം മാത്രമല്ല, നമ്മളെ സംബന്ധിക്കുന്ന കാര്യമായി മാറണം. മൂന്നാമത് ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കാം. ഈശോ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇത് പറഞ്ഞിട്ടാണ് പിന്നീട് പറയുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ആരുടേത് ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിൻ്റെ എല്ലാം അടിസ്ഥാന കാര്യം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇനി മുതലുള്ള എല്ലാത്തിൻ്റെയും തുടക്കമാണ്, അടിസ്ഥാനമാണ്, ശക്തിയാണ്, വഴികാട്ടിയാണ്, മുമ്പോട്ട് പോകാനുള്ള വെളിച്ചമാണ്, എന്ത് ചെയ്യണമെന്ന് മനസ്സ് തോന്നിപ്പിച്ചു തരുന്ന ദൈവിക ജ്ഞാനമാണ്. സ്നേഹമുള്ളവരെ, ഈ തിരുനാൾ നമ്മളെ സംബന്ധിച്ചും പ്രസക്തമാകുന്നത് ഈ കാര്യങ്ങൾ കൊണ്ടാണ്. നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മളെ ചലിപ്പിക്കുന്ന അടിസ്ഥാന കാര്യമായി ആത്മാവ് ഹൃദയത്തിലുണ്ടാവണം. നമുക്ക് ശക്തി തരണം, നമുക്ക് വഴികാട്ടിയാവണം, നമുക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള ദൈവിക സ്വരം നമുക്ക് അറിയിച്ചു തരണം. അതുപോലെ മുമ്പോട്ട് നടക്കാനുള്ള വെളിച്ചം, ഇരുട്ടുമാറ്റി വെളിച്ചം തരേണ്ടത് പരിശുദ്ധാത്മാവാണ്. പഴയ നിയമത്തിൽ മേഘത്തൂണായി, അഗ്നിസ്തംഭമായി, പാറയിൽ നിന്ന് ദാഹിച്ചപ്പോൾ ജലം വന്ന കാര്യം, അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സൂചനകളാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തോടേറെ ചേർന്ന് നിൽക്കുന്ന ഈ അടയാളങ്ങൾ, അഗ്നി, നാവ്, ജലം, നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കതിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിച്ചാൽ, ദൈവികമായ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് ഈ തിരുനാൾ കൂടുതൽ അർത്ഥവത്തായി ആചരിക്കാനും ജീവിതത്തിൽ തുടരാനും പറ്റും. ഓരോ നിമിഷവും ഈ കാണുന്ന അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുവെന്ന ഓർമ്മയും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഈ അനുഗ്രഹീത തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും സഭയിലും വസിച്ച് നമ്മെ എന്നും സ്വർഗത്തിലേക്ക് നയിക്കട്ടെ. ആമേൻ.